നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. മനുഷ്യൻ ഇങ്ങനെ കൊല്ലപ്പെടേണ്ടവരാണ്? കണ്ണൂരിൽ തെരുവ് നായിൽ നിന്നും രക്ഷപ്പെടുവാൻ ഓടിയ കുട്ടി കിണറ്റിൽ വീണു. 84-കാരിയെ തെരുവ് നായ ആക്രമിച്ചു കൊന്നു. ഒടുവിൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ചാരുമൂട്ടിൽ 11-കാരൻ പേവിഷബാധയേറ്റു മരിച്ചു. ഓരോ ദിവസവും ഭീതിപ്പെടുത്തുന്ന പുതിയ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. തെരുവ് നായ ശല്യം മൂലം കേരളത്തിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനജീവിതം ഭീതിയിലാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 95-ലധികം പേർ മരിച്ചു. ഒപ്പം 13 ലക്ഷം പേർക്ക് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ഇത് ആരോഗ്യവകുപ്പ് തന്നെ പുറത്തുവിട്ട കണക്കാണ്. തെരുവ് നായ ആക്രമണങ്ങൾ തടയുന്നതിനായി സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ പൂർണ്ണമായും നടപ്പാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഇവർ ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ല എന്ന ആക്ഷേപം ഉണ്ട്. സർക്കാർ തീരുമാനപ്രകാരമുള്ള മോണിറ്ററിംഗ് കമ്മിറ്റികൾ പലയിടത്തും പ്രവർത്തിക്കുന്നില്ല. ജനങ്ങളുടെ പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ ഇനിയും ഗൗരവമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. തെരുവ് നായ ശല്യം ഒഴിവാക്കുവാൻ തെരുവിൽ നിന്നും പിടിക്കുന്ന നായ്ക്കൾക്ക് വാക്സിനേഷനും വന്ധ്യീകരണവുമാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. ഇതിനുശേഷവും ആക്രമണകാരികളായ നായ്ക്കളെ വീണ്ടും തെരുവിൽ വിട്ടാൽ അവ വീണ്ടും കൊച്ചുകുട്ടികളെയും വലിയവരെയും ആക്രമിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? നായ്ക്കളെ കൊല്ലാൻ പാടില്ലെന്ന് വാദിക്കുന്ന സംഘടനകൾ നായ്ക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കുവാനും തയ്യാറാകുന്നില്ല. തെരുവ് നായ്ക്കളുടെ വന്ധ്യീകരണ പ്രവർത്തനങ്ങൾ കുറച്ചു നാളത്തേക്ക് ഊർജിതമായി നടപ്പാക്കുകയും പിന്നീട് മന്ദഗതിയിലാവുകയും ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്ന കാഴ്ച. വന്ധ്യീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്ന ആക്ഷേപം വ്യാപകമാണ്. ഓരോ പ്രദേശത്തും എത്രമാത്രം തെരുവ് നായ്ക്കളുണ്ടെന്ന് കൃത്യമായ കണക്ക് പ്രാദേശിക ഭരണസമിതികൾ എടുക്കേണ്ടതാണ്. ഇപ്പോഴത്തെ തെരുവ് നായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. നായയുടെ കടിയേറ്റാൽ കുത്തിവയ്പ് എടുക്കുകയാണ് സാധാരണയായി ചെയ്യുന്നത്. പേവിഷബാധയ്ക്ക് പ്രതിരോധമായി നൽകുന്ന വാക്സിൻ പല താലൂക്ക് ആശുപത്രികളിലും ഇല്ല എന്ന ആക്ഷേപവും ഇപ്പോൾ നിലനിൽക്കുന്നു. ആരോഗ്യവകുപ്പ് പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ച് വേണ്ടത്ര സ്റ്റോക്ക് എല്ലായിടത്തും ക്രമീകരിക്കാനും നടപടി കൈക്കൊള്ളണം. നായ്ക്കളുടെ കടിയേറ്റാൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുവാനും സർക്കാർ തയ്യാറാകണം. ഇക്കാര്യത്തിൽ വിശദീകരിച്ചുകൊണ്ടുള്ള കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും നടപ്പാക്കണം. മാലിന്യം തെരുവിൽ വലിച്ചെറിയുന്നതാണ് തെരുവ് നായ്ക്ക വർദ്ധിക്കാൻ കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇതിനെതിരെയും കർശനമായ നടപടി ഉണ്ടാകേണ്ടതുണ്ട്. അതേസമയം തെരുവ് നായ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുവാനും നടപടി ഉണ്ടാകണം. അപകടകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുവാൻ നിയമമുണ്ടെങ്കിലും തെരുവ് നായ്ക്കളെ കൊല്ലുവാൻ നിയമം അനുവദിക്കുന്നില്ല. ഭൂമിയിൽ ജീവിക്കാൻ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശമുണ്ടെന്നത് അംഗീകരിക്കുന്നു. പക്ഷേ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. നന്ദി.